അങ്ങനെ അബി ഏഞ്ചലറിയിൽ MD ആകാൻ പോവുകയാണ്. ഈ സന്തോഷ വാർത്ത തന്റെ അമ്മയെ അറിയിക്കാൻ വേണ്ടി നവ്യ നന്ദാവനത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മോഡേൺ വേഷത്തിലെത്തുന്ന നവ്യയെ കണ്ട് കനകയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. കനകയുടെ നോട്ടം കണ്ട് നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ എങ്ങനെ നോക്കുന്നത്? ഞാൻ വന്നത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നവ്യ, നീ എന്തിനാണ് ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ഇടുന്നത് എന്ന് കനക ചോദിക്കുന്നുണ്ട്. ഇതിനിപ്പോൾ എന്താണ് പ്രശ്നം എന്ന് നവ്യ ചോദിക്കുമ്പോൾ, ഇതുപോലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഇനി ഇങ്ങോട്ട് വരരുത് എന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ല. അത് കേട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട്, നവ്യ മോളെ, നീ എന്തിനാണ് ഇപ്പോൾ വന്നത്? ഞങ്ങളുമായി വഴക്കുണ്ടാക്കാനാണോ? ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ല, ഒരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വന്നതാ. മോളെ, നീ അകത്തേക്ക് ഇരിക്കുക, എന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ നവ്യ അകത്തേക്ക് എത്തുന്നുണ്ട്. എന്താ മോളെ, എന്താ കാര്യം എന്ന് ഗോവിന്ദൻ ചോദിക്കുമ്പോൾ, എൻ്റെ അബിക്ക് നല്ല കാലം തുടങ്ങി, അവൻ മാനേജറായി ഏഞ്ചലറി കയറാൻ പോവുകയാണ്. ഇത് കേട്ട് കനക പറയുന്നുണ്ട്, എന്ത് ഏഞ്ചലറിയിലോ? അവൻ എങ്ങനെ ഏഞ്ചലറി കയറാനാ? ഏഞ്ചലറിയിലുള്ളവരുമായി ഞങ്ങൾക്ക് നല്ല ബന്ധമാണ്. എന്തായാലും ഇനി ഞങ്ങളുടെ നല്ല കാലം തുടങ്ങാൻ പോവുകയാണ് എന്ന് നവ്യ പറയുന്നുണ്ട്. മൂർത്തി ജ്വല്ലറിയെ പോലെ എന്തായാലും ഏഞ്ചലറിയിലുള്ളവർ ചതിക്കില്ല. നാളെ എന്തായാലും അബി ജോലിക്ക് കയറുകയാണ്. നിങ്ങളുടെ അനുഗ്രഹം എന്തായാലും അബിക്കുണ്ടാകണം. ഇനി നിങ്ങൾ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. നവ്യ, നീ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല. അബിയെ പറഞ്ഞ് ഇനി തിരുത്തണം, അല്ലെങ്കിൽ ഏഞ്ചലറിയിലുള്ളവർ നിങ്ങളെ ചതിക്കൂ എന്ന് കനക സങ്കടത്തോടു കൂടി പറയുകയാണ്. മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് അബിയെ പുറത്താക്കി. എന്നാൽ ഏഞ്ചലറിയിൽ നിന്ന് അവന് നല്ലൊരു അവസരം വന്നു. ഇത് ഞങ്ങളുടെ ജീവിതമാർഗമാണ്. ഞാൻ ഒരിക്കലും അവനെ തടയില്ല. ഞാൻ എന്തായാലും പോവുകയാണ്. ഇത് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയതാ. എന്തിനാ നവ്യ ഇക്കാര്യം ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞത്? ഏഞ്ചലറി നിങ്ങളെ വെച്ച് കളിക്കുകയാണ്. നീയെങ്കിലും അത് മനസ്സിലാക്കണം. നീ അബിയെ പറഞ്ഞ് തിരുത്തണം എന്നൊക്കെ കനക പറയുന്നുണ്ട്. അമ്മേ, ഇനി എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നന്ദു ഇങ്ങോട്ട് വരും. അവളുടെ ഉപദേശം കേൾക്കാനൊന്നും ഇനി എനിക്ക് വയ്യ എന്ന് പറയുന്നുണ്ട് നവ്യ. അങ്ങനെ നവ്യ അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ കനകയ്ക്ക് ഗോവിന്ദന് വല്ലാത്ത ടെൻഷനാവുകയാണ്. അങ്ങനെ കനക ഗോവിന്ദനോട് പറയുകയാണ്, നവ്യ അവൾ പറഞ്ഞതൊന്നും അനുസരിക്കുന്നില്ലല്ലോ. ഇനി ആ ഏഞ്ചലറിയുമായി ബന്ധം സ്ഥാപിച്ച് വലിയൊരു അപകടത്തിലേക്ക് പോവുകയാണ് നവ്യ. അതിനു മുമ്പ് അവളെ രക്ഷിക്കണം ഗോവിന്ദേട്ടാ. അങ്ങനെ കനക ഒരു തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ അനഘയെ കാണാൻ വേണ്ടി കനക ചെല്ലുന്നുണ്ട്. അങ്ങനെ അനഘയോടുണ്ടായ കാര്യങ്ങളെല്ലാം കനക പറയുകയാണ്. മോള് വിചാരിച്ചാൽ ഇനി എൻ്റെ നവ്യമോളെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. നവ്യമോൾ അറിയണ്ട എന്ന് കരുതി നയനമോളെല്ലാം മറച്ചു വെക്കുകയാണ്. നവ്യമോളെ കാര്യങ്ങളെല്ലാം അറിയിക്കണമെന്നുണ്ട്. പക്ഷെ നയനമോൾ ഒരിക്കലും അക്കാര്യം പറയില്ല. അതുകൊണ്ട് മോള് ഇക്കാര്യം നവ്യയോട് പറയണം. തെളിവ് സഹിതം തന്നെ എല്ലാ കാര്യങ്ങളും നവ്യമോൾക്ക് കാണിച്ചു കൊടുക്കണം. അബി ഏഞ്ചലറിയുമായി ബന്ധം സ്ഥാപിക്കുന്നതല്ല പ്രശ്നം. പക്ഷെ അത് കാരണം അനന്തപുരിക്കും എൻ്റെ നവ്യമോൾക്ക് ഒരുപോലെ അപകടമാണ്. അങ്ങനെ അനഘ സമ്മതിക്കുന്നുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും നവ്യയോട് പറയാം. അങ്ങനെ കനക നവ്യയെ വിളിക്കുകയാണ്. മോളോടൊരു കാര്യം പറയാനുണ്ട്, അത്യാവശ്യമായൊന്ന് കാണണം എന്ന് കനക പറയുകയാണ്. അങ്ങനെ കനക പറഞ്ഞത് പ്രകാരം നവ്യ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ അനഘയെ കണ്ട നവ്യ ദേഷ്യത്തോട് കൂടി ചോദിക്കുന്നുണ്ട്, ഇവളെ കാണിക്കാനാണോ അമ്മ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഇവളൊരു മോശം പെണ്ണാണ്, ഇവളെ കാണാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അത് കേട്ടത് അനഘ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നവ്യ, നീ വിചാരിക്കുന്നത് പോലെ ആദർശേട്ടനല്ല ചന്തുമോളുടെ അച്ഛൻ. പിന്നെ ആരാ? ആദർശേട്ടനല്ലാതെ പിന്നെ ആരാ എന്ന് ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട് നവ്യ. ആ സമയം അനഘ അവയുടെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം നവ്യയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ തെളിവ് സഹിതം തന്നെ എല്ലാ കാര്യങ്ങളും നവ്യയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നവ്യയാണെങ്കിൽ ഒന്നും ഉൾക്കൊള്ളാനാകാതെ ആകെ നീട്ടി നിൽക്കുകയാണ്. അന്നേരം കനക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, മോളെ, ഇത് തെളിയിക്കാനാണ് മോളെ വിളിച്ചു വരുത്തിയത്. ഇനി ആ അബിയുടെ കള്ളത്തരങ്ങൾ മോള് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മോളുടെ ജീവിതം തകരും. അതുകൊണ്ട് അബിയുടെ ഭാര്യയായി മോൾ ഈ അനന്തപുരി നിൽക്കേണ്ട, മോൾ എൻ്റെ കൂടെ നന്ദാവനത്തിലേക്ക് വരണം എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് കനക. നവ്യ സങ്കടത്തോടു കൂടി നന്ദാവനത്തിലേക്ക് പോവുകയാണ്.